എസ്കെഎൻ ഫോർട്ട് കൊച്ചിയിൽ ന്യൂ ഇയർ ആഘോഷം ആരംഭിച്ചിരിക്കുന്നതായി കാണുന്ന ദൃശ്യങ്ങൾ പോലെ ന്യൂ ഇയർ അങ്ങ് അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാ തവണത്തെയും പോലെ ഫോർട്ട് കൊച്ചിയിലെ ആഘോഷം ആരംഭിച്ചിരിക്കുന്നു. ഇത്തവണ ഉള്ളത് വെളി ഗ്രൗണ്ടിലാണ്, പരേഡ് ഗ്രൗണ്ടിലല്ല. സാധാരണഗതിയിൽ പരേഡ് ഗ്രൗണ്ടിൽ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. ഇത്തവണ വെളി ഗ്രൗണ്ടിൽ ആഘോഷം അതിന്റെ കൊടുമുടിയിലേക്ക് എത്തുകയാണ്. ഇനി 6 മണിക്കൂർ ശേഷം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന പാപ്പയൊക്കെ ഇവരുടെ സങ്കടത്തിന്റെ പ്രതീകമായി കത്തിയേരിയും. ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. ഏകദേശം 10,000-ത്തിലധികം വരുന്ന ആളുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 6 മണിക്കൂറിന് ശേഷം ഒരു 12 മണിയോടുകൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 1,00,000-ത്തിലധികം വരുന്ന ക്രൗഡാണ്. അത്രയും ആഘോഷങ്ങളെ ഏറ്റെടുക്കുന്ന സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. മുൻ വർഷങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനെല്ലാം ഈ വർഷവും സമാനമായ രീതിയിൽ ആളുകൾ ഉണ്ട്. വിവിധ ജില്ലകളിൽ നിന്നൊക്കെ ആൾക്കാരെ എത്തിയിട്ടുണ്ട്. ചേട്ടാ എവിടുന്നാണ്? കൊല്ലം. ഇത് കേട്ടറിഞ്ഞ് വന്നതാണോ? അതെ. 12 മണി വരെ നിൽക്കുന്നുണ്ടോ? ചേച്ചി എവിടുന്നാണ്? എല്ലാ വർഷവും വരാം. സാധാരണ അപ്പുറത്താണ്, ഇത്തവണ വെളിയിലാണ്. അടിപൊളിയല്ലേ? പരിപാടി അടിപൊളിയാണ്. ന്യൂ ഇയർ ആയിട്ട് പുതിയ തീരുമാനം എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? 2025 എന്താണ്? തീർച്ചയായിട്ടും തീരുമാനം എടുത്തിട്ടുണ്ട്. അടുത്ത കൊല്ലം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിലും ഗംഭീരമാക്കണം എന്ന് തന്നെ. അതാണ് അടുത്ത കൊല്ലം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 2024-നേക്കാൾ ഗംഭീരമാക്കണം. അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ആഘോഷങ്ങൾ കൊടുമുടിയിലേക്ക് എത്തുകയാണ്. ഇനി ഇതിനു ശേഷം കൃത്യം ഒരു 8 മണിയോടുകൂടി ബാക്കി ഈ DJ പരിപാടികളൊക്കെ ആരംഭിക്കും. 10 മണിയോടുകൂടിയാണ് ഈ പപ്പാഞ്ഞിയുടെ ചടങ്ങുകൾ ആരംഭിക്കുക. 12 മണിയോടെ പപ്പാഞ്ഞിയെ കത്തിക്കും. പപ്പാഞ്ഞിയെ സംബന്ധിച്ചിടത്തോളം അതൊരു കഴിഞ്ഞ വർഷത്തിന്റെ പ്രതീകമായി എത്രയോ നാളുകളായി 15-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ആരംഭിച്ച ഫോർട്ട് കൊച്ചിയുടെ ഒരു ആഘോഷമാണ്. പോർച്ചുഗീസുകാരുടെ ഒരു തിരിശേഷിപ്പാണ് ഈ പപ്പാഞ്ഞി. അത് ഫോർട്ട് കൊച്ചിക്കാരും അത് തുടരുകയാണ്. ഇത്തവണയും അതിന് മാറ്റമൊന്നുമില്ല. ഒരുപാട് പേർ ഈ ആഘോഷത്തിന്റെ ഭാഗമാവാൻ വിവിധ ജില്ലകളിൽ നിന്നൊക്കെ എത്തിയിട്ടുണ്ട്. ചേട്ടാ എങ്ങനെയാണ്? വൈബല്ലേ? വൈബാണ്. ഇത്തവണ ഇവിടെ ഇതിന്റെ ഒരു പ്രശ്നമുണ്ടോ? ഏതാ ഇത്തവണ ഇവിടെ വെളി ഗ്രൗണ്ടിലായതിന്റെ ഒരു പ്രശ്നമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, അടിപൊളി. എവിടുന്നാണ്? തൊടുപുഴ ഇങ്ങോട്ട് ഇതിനു വേണ്ടി വന്നു? അല്ല, ഇവിടെ പഠിക്കുക. എങ്ങനെയുണ്ട്? ഫോർട്ട് കൊച്ചി വൈബ് കിട്ടുന്നുണ്ടോ? റീൽസിലൊക്കെ കണ്ടു വന്നാണോ? 12 മണി വരെ ഉണ്ടാവോ? 12 മണി വരെ പപ്പാഞ്ഞി കത്തിച്ചിട്ട് പുതിയ റെസൊല്യൂഷൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. സുരേഷാണ്. 1,00,000-തോളം ആളുകൾ അവിടെ ആഘോഷം പുതുവത്സരം അടിച്ചു പൊളിക്കാൻ എത്തിയിട്ടുണ്ട് ഫോർട്ട് കൊച്ചിയിൽ. അതൊരു സംഭവമാകുന്ന കാര്യത്തിൽ സംശയമില്ല. AK അബ്ദുള്ള പറയുന്നു, ഹാഷ്മി വിജയകുമാർ ബി കെയർഫുൾ കേട്ടോ, ജനങ്ങൾ സീരിയസാ. SK 3 കൂടി പല്ലാതെ ചിരിക്കുന്നു. 3 പേരുടെയും കണ്ണും കുറച്ച് ചെറുതായിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ അടിച്ച് പൂക്കുറ്റിയായി കാണുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഓക്കെ, അങ്ങനെയൊന്നും അല്ല കേട്ടോ, പൂക്കുറ്റിയൊന്നും ഇല്ല. ഭയങ്കര ഒബ്സർവേഷൻ ആണല്ലോ, ഭയങ്കര നിരീക്ഷണമാണ്. കാര്യം ഒരു മുഴ മുന്നേ എറിഞ്ഞത് നമ്മൾ പോയി മദ്യപിക്കാതിരിക്കാൻ വേണ്ടിയാ. ഓക്കെ, മദ്യപാനം ആരോഗ്യത്തിന് സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് അത് തന്നിരിക്കുന്നു. അപ്പൊ ആഷ്മിക്ക് ഈ സെറ്റൊക്കെ ഇഷ്ടപ്പെട്ടോ? വിജയകുമാർ കവിത വരാത്തതാണ് അത്ഭുതം. മഞ്ഞ് പെയ്തു വരുന്നു, മരങ്ങളിൽ മഞ്ഞ് പെയ്യുന്നു. എന്റെ അമ്മ ഒന്ന് നോക്കിയേ. വളരെ ഇത് മണിയുടെ 12K വിസ്താരയിൽ നിന്നാണ് ഈ തത്സമയം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ സെറ്റ് അടിപൊളി ആകപ്പാടെ ഒന്ന് കണ്ടു നോക്കൂ. കിടിലം എന്ന് പറഞ്ഞാൽ പോലെ കിടിലം. അപ്പൊ ഗംഭീരമായിട്ടുണ്ട്. അവിടെ ചെറിയ കൂര, അവിടെ വെളിച്ചം കത്തി അണയുന്നു, ചില മൃഗങ്ങൾ മേയുന്നു. ഒരാടാണ് മാനാന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ മൂന്നാർ ഭാഗങ്ങളിലുള്ള രാജമലയിലുള്ള തീവണ്ടിപ്പാളം. അവിടെ ഒരു തീവണ്ടിപ്പാളയുണ്ട്. പാളത്തിന്റെ മറിഞ്ഞൊരു ക്യാമറമാനും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും ആകെ കൂടെ ഒരു പാളങ്ങളിലാകെ മഞ്ഞ് വീണ് കിടക്കണം.